സൗദിയിൽ ജോലി നഷ്ടപ്പെട്ട തൊഴിലാളികളിൽ ആദ്യ സംഘത്തെ നാട്ടിലെത്തിക്കുന്നത് വൈകും. ഹാജിമാരുടെ വിമാനത്തിൽ ഒരു സംഘം തൊഴിലാളികളെ ഇന്ന് നാട്ടിലെത്തിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് സൗദിയുടെ അനുമതി ലഭിച്ചില്ല. അതേസമയം ദുരിതത്തിലായ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ സൗദി അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വിദേശകാര്യ സഹമന്ത്രി വി.കെ. സിംഗ് വ്യക്തമാക്കി. ഇന്ന് പുലർച്ചെ സൗദി പ്രാദേശിക സമയം 5:30 ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘത്തിന്റെ വിമാനം മദീനയിൽ ഇറങ്ങിയത്. ഈ വിമാനത്തിൽ സൗദിയിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന തൊഴിലാളികളിൽ ഒരു സംഘത്തെ നാട്ടിൽ എത്തിക്കാനായിരുന്നു ഇന്ത്യൻ അധികൃതരുടെ ശ്രമം. എന്നാൽ ഹാജിമാർ എത്തിയ വിമാനത്തിൽ മറ്റുള്ളവർക്ക് മടക്കയാത്ര ഒരുക്കുന്നതിന് സൗദി വ്യോമയാന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇളവ് ആവശ്യമാണ്. ഹാജിമാരെ എത്തിക്കുന്ന വിമാനത്തിൽ മറ്റുള്ളവരെ തിരികെ കൊണ്ടുപോകാൻ പാടില്ലെന്നാണ് ചട്ടം. ഇക്കാര്യത്തിൽ ഇതുവരെ ഇന്ത്യക്ക് ഇളവ് ലഭിച്ചിട്ടില്ല. ഇതുകൂടാതെ വലിയൊരു ശതമാനം തൊഴിലാളികളും ശമ്പള കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാതെ നാട്ടിലേക്ക് മടങ്ങില്ലെന്ന നിലപാടിലാണ്. തൊഴിലാളി പ്രശ്നത്തിൽ ഇന്ത്യയുടെയും ഇന്ത്യൻ മാധ്യമങ്ങളുടെയും ഇടപെടലിൽ സൗദി അധികൃതർക്ക് കടുത്ത അതൃപ്തിയുമുണ്ട്. വസ്തുതകളെ പെരുപ്പിച്ചു കാണിച്ചുവെന്നാണ് സൗദിയുടെ പരാതി. അതേസമയം ഇഖാമ കാലാവധി കഴിഞ്ഞവർക്ക് അത് പുതുക്കി നൽകുന്നതിനും നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരം ഒരുക്കുന്നത് സംബന്ധിച്ചും ഇന്ത്യയും സൗദിയും തമ്മിൽ ധാരണയിൽ എത്തിയിട്ടുണ്ട്. വിഷയത്തിൽ വിദേശകാര്യ സഹമന്ത്രി വി.കെ. സിംഗ് സൗദി തൊഴിൽ മന്ത്രിയുമായി ചർച്ചയും നടത്തിയിരുന്നു. റിപ്പോർട്ടർ, റിയാദ്.